പുതിയ പാല പുതിയ മാണി. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ കുത്തക തകർത്ത് LDF സ്ഥാനാർത്ഥി മാണി സി കാപ്പന് വൻ ജയം. 2943 വോട്ടിനാണ് ജോസ് ടോമിനെ പിന്തള്ളി മാണി സി കാപ്പൻ അട്ടിമറി ജയം പിടിച്ചെടുത്തത്. 54 വർഷത്തിന് ശേഷമാണ് കേരള കോൺഗ്രസിന് മണ്ഡലം നഷ്ടപ്പെടുന്നത്. 3 പഞ്ചായത്തുകൾ ഒഴികെ മറ്റെല്ലായിടത്തും LDF-നായിരുന്നു ലീഡ്. മുത്തോലി, മീനച്ചിൽ, കൊഴുവനാൽ പഞ്ചായത്തുകൾ മാത്രമാണ് UDF-ന്റെ കൂടെ നിന്നത്. 3-ാം സ്ഥാനത്തായ BJP-ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 7000-ഓളം വോട്ടുകൾ നഷ്ടമായി. ആദ്യമേ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ പാലായിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ വോട്ടർമാരോട് നന്ദി പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു. ഇത് പാലായിലെ ജനങ്ങളുടെ വിജയമാണ്. 52 കൊല്ലത്തെ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നും പാലാ മോചിതമായിരിക്കുകയാണ്. പാലാ ഇനി വികസനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങും, സംശയം വേണ്ട. 2 ചിഹ്നം ലഭിക്കാതിരുന്നത് തിരിച്ചടിയായെന്ന് ജോസ് കെ മാണി വിലയിരുത്തി. ഇതാണ് പരാജയത്തിനുള്ള പ്രധാന കാരണം. തോൽവി കൊണ്ട് തളരില്ല. പരാജയത്തിന്റെ കാരണം പഠിക്കുമെന്നും തെറ്റുതിരുത്തി മുന്നോട്ട് പോകുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. ജനവിധി പൂർണ്ണമായിട്ട് മാനിക്കുന്നു. പരാജയ കാരണം വസ്തുതാപരമായി പരിശോധിച്ച് കേരള കോൺഗ്രസും അതോടൊപ്പം തന്നെ UDF-ഉം അത് പരിശോധിച്ച് വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തും. പാലായിലെ പരാജയത്തിൽ ജോസ് കെ മാണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി PJ ജോസഫ് രംഗത്തെത്തി. പൊതുസ്വീകാര്യനല്ലാത്തയാളെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ജോസ് കെ മാണി സ്വയം ഏറ്റുവാങ്ങിയ പരാജയമാണിതെന്ന് PJ ജോസഫ് പറഞ്ഞു. ജോസ് കെ മാണിയുടെ പക്വതയില്ലായ്മ തോൽവിക്ക് കാരണമായി. തന്നെ താൽക്കാലിക ചെയർമാനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ 2 ചിഹ്നത്തിനായി കത്ത് നൽകുമായിരുന്നു. പരാജയ കാരണം UDF നേതൃത്വം അന്വേഷിക്കണമെന്നും PJ ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജയസാധ്യതയുള്ള സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ആ ഭാഗത്തുനിന്ന് കണ്ടെത്തണം. ഞങ്ങൾ അന്വേഷിക്കാം, UDF നേതൃത്വവും അന്വേഷിച്ചോട്ടെ. അങ്ങനെ ഒരു ലിസ്റ്റ് വരുമ്പോൾ UDF നേതൃത്വം ഈ തർക്കമുള്ള സമയത്ത് കൂടി ആലോചിച്ച് നമുക്കൊരു സ്ഥാനാർത്ഥിയെ ചെയ്യും. അപ്പുറത്തുള്ള ഒരു 1/2 ഡസൻ ആൾക്കാരെങ്കിലും ഞങ്ങൾക്ക് സ്വീകാര്യ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ വിവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, മാണി സാറിൻ്റെ തീരുമാനത്തെ പോലും സ്ഥാനാർത്ഥി മാണി സാറിനെ ചുമതലപ്പെടുത്തിയപ്പോൾ അതിന് പരസ്യമായി ചോദ്യം ചെയ്ത് അവിടെ പ്രശ്നമുണ്ടാക്കിയ ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി കൊടുത്തു. 54 കൊല്ലം മാണി സാർ പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടാക്കിയത്, പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് നിഷ്പക്ഷമതികൾ വിലയിരുത്തട്ടെ. സ്വയം പരാജയം ഏറ്റുവാങ്ങിയ ഒരു കാഴ്ചയാണ് അത്. കേരള കോൺഗ്രസുകൾ എന്ന് പറഞ്ഞ് ഇതിനെ കാണാൻ പാടില്ല. വസ്തുതകൾ ആരുടെ ഭാഗത്താണ് ചെന്ന് കേരള കോൺഗ്രസുകൾ യോജിച്ച് വരണമെന്നൊക്കെ ഇന്നാലെ പറഞ്ഞിരിക്കും. പൂർണ്ണമായി തയ്യാറായി ചെന്ന ശേഷം തെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിന്റെ പ്രവർത്തന ഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF വിജയം പ്രത്യേക സാഹചര്യം കൊണ്ടായിരുന്നു. സംസ്ഥാനത്തിന് UDF വേണ്ട എന്ന കേരളം ചിന്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് ഒരു പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് തിരിച്ചടിയേൽക്കേണ്ടി വന്നതാണ്. സംസ്ഥാനത്തിന് UDF പറ്റിയതല്ല എന്ന പൊതുബോധം കേരളത്തിലെ ജനങ്ങൾക്കാകെയുണ്ട്. ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 3.25 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് പൂർണ്ണതയിലെത്തണമെങ്കിലും തുടരണമെങ്കിലും LDF തന്നെ ഉണ്ടാവണം എന്നും മഹാഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ജനങ്ങളിൽ തന്നെയായിരുന്നു വിശ്വാസം. ഇടതുമുന്നണിക്ക് ചരിത്ര വിജയം സമ്മാനിച്ച പാലായിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എന്തൊക്കെയായിരുന്നു? ഇടതു നിരീക്ഷകൻ ശ്രീ ബാസുരേന്ദ്ര ബാബു, BJP-യുടെ ശ്രീ S ജയസൂര്യൻ എന്നിവർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ബാസുരേന്ദ്ര ബാബു, മുഖ്യമന്ത്രി പറയുന്നത് ഇത് രാഷ്ട്രീയ വിജയമാണ്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫലമാണ് എന്നാണ്. അതായത്
അതാണ് പാലായിലെ ജനങ്ങളുടെ ജനവിധിയിലൂടെ വ്യക്തമാകുന്നതെന്നാണ്. പക്ഷേ താങ്കൾ പോലൊരാൾക്കറിയാമല്ലോ, ഈ ഫലത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ മറുഭാഗത്തുണ്ട്. ഒന്ന്, ഈ കേരള അകത്തെ തർക്കങ്ങൾ, പിന്നെ 2 ചിഹ്നം നഷ്ടമായത്, അത്ര സുപരിചിതനല്ലാത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടായത്, പിന്നെ എൻ ഡി എയിലെ വോട്ടുകളിൽ ഉണ്ടായിട്ടുള്ള ചോർച്ച, ഇങ്ങനെയുള്ള മറ്റു ഘടകങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ കേവലം അല്ലെങ്കിൽ പൂർണ്ണമായും ഇതൊരു രാഷ്ട്രീയ വിജയമാണെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും വിലയിരുത്താനാകുമോ പൂർണ്ണമായും? ഞാൻ ഗോപികൃഷ്ണൻ്റെ ആദ്യ പ്രസ്താവനയിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ 2 ചിഹ്നം കിട്ടാതെ പോയത് ചെയർമാനെ പി ജെ ജോസഫിനെ ആക്ടിംഗ് ചെയർമാനായിട്ട് പോലും അംഗീകരിക്കാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ തുടങ്ങാം. എന്തുകൊണ്ട് കോൺഗ്രസ് ആണല്ലോ ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷി. ശക്തമായൊരു ഇടപെടൽ കോൺഗ്രസ് നടത്തിയിരുന്നുവെങ്കിൽ ഗോപികൃഷ്ണൻ അവരൊന്നിച്ചേനെ, ഭിന്നിച്ച് നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയൊക്കെ ശക്തി കേരള കോൺഗ്രസിനുള്ളൂ. അതെന്തേ കോൺഗ്രസ് ചെയ്തില്ല? കോൺഗ്രസും വിചാരിച്ചു 54 വർഷം പഴക്കമുള്ള മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ജയിക്കുമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം വിജയ സാധ്യതയിൽ അവർക്ക് ആശങ്കയുണ്ടായിരുന്നില്ല. അങ്ങനെ ആശങ്കയുണ്ടായിരുന്നുവെങ്കിൽ അവർ നിർബന്ധപൂർവ്വം ഇവരെ ഒന്നിപ്പിച്ചേനെ കഴിയുമായിരുന്നു കോൺഗ്രസ്സിന്. കോൺഗ്രസ് അത് ചെയ്തില്ലല്ലോ. അവർ മാറി മാറി പ്രീണിപ്പിക്കുക ചെയ്ത് ജയിക്കുമെന്നുള്ള വിചാരത്തിൽ. തോറ്റപ്പോഴല്ലേ മനസ്സിലായത് അപകടമായി കളിയുന്നു. അല്ല, ആ മണ്ഡലത്തിന്റെ പൊതുസ്വഭാവം താങ്കൾക്ക് എന്നേക്കാൾ നന്നായി അറിയാമല്ലോ. അങ്ങനെ ജോസഫ് വിഭാഗവും ജോസ് കെ മാണി വിഭാഗവും തമ്മിൽ അങ്ങനെ ഒരു അനുരഞ്ജിപ്പിന്റെ ആവശ്യമൊന്നും ഒരുപക്ഷെ പാലായുടെ രാഷ്ട്രീയ ചരിത്രം വെച്ച് അത്യന്താപേക്ഷിതമാണെന്ന് കോൺഗ്രസ് കരുതി കാണില്ല. കാരണം ജോസ് കെ മാണിക്ക് അല്ലെങ്കിൽ കെ മാണി വിഭാഗത്തിന് പ്രബല കരുത്തുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം കരുത്തുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ജോസഫിന്റെ ഏതാനും വോട്ടുകൾ കിട്ടും, അങ്ങനെ ജയിക്കാമെന്ന് ഒരുപക്ഷെ അവർ കരുതി കാണും. അല്ല, അങ്ങനെ വന്നപ്പോൾ പ്രതീക്ഷയ്ക്ക് അപ്പുറം കേരള കോൺഗ്രസ് പരാജയപ്പെടുകയും മാണി സി കാപ്പൻ ജയിക്കുകയും ചെയ്യുമ്പോൾ അത് LDFന് കിട്ടുന്നൊരു അംഗീകാരമാണ്. 3.5 വർഷം ഭരണം കഴിഞ്ഞ ഒരു സർക്കാരിന് എതിരെ വികാരമില്ല, ഇൻകുംബൻസി ഫാക്ടർ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ ഒറ്റ കാര്യം കൊണ്ടൊന്നുമല്ല. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയത്തിലും വരുന്ന മാറ്റങ്ങൾ കൂടി ഇതിന് കാരണമായി ഉണ്ട്. അതുകൊണ്ടാണ് UDFനും അതേമാതിരി BJPക്കും ഒരുപോലെ വോട്ട് കുറയുന്നത്. ആ വ്യത്യാസവും കൂടി നാം കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ആ കാര്യത്തിനകത്ത് ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നുവെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മറ്റൊന്നാകുമായിരുന്നേനെ. അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് മാതിരി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ഭാസ്കരേന്ദ്ര ബാബു, ഇത് 54 വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇടതു മുന്നണിക്ക് ഒരു മികച്ച വിജയം പാലാ മണ്ഡലം രൂപപ്പെട്ട ശേഷം സാധ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് വിധികൾ രാഷ്ട്രീയം തന്നെ ചർച്ച ചെയ്തിട്ടായിരുന്നു പാലാ ജനം രേഖപ്പെടുത്തിയിരുന്നത്. അതല്ല ഈ പറയുന്നത് പോലെ KM മാണിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത സ്വാധീനം, സ്വീകാര്യത ഇതൊക്കെ ആയിരുന്നു. കാരണം മാണി സി കാപ്പൻ ഇത് 4ാം വട്ടമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. അല്ല, അതിനകത്ത് KM മാണി ഇത്തവണയും മത്സരിച്ചിരുന്നു. അതൊരു ശരിയായ ഹൈപ്പോത്തസിസ് അല്ല ഞാൻ പറയുന്നത്. മത്സരിച്ചിരുന്നു എന്ന് കരുതുക, അദ്ദേഹം ജയിക്കുമായിരുന്നു ഗോപികൃഷ്ണൻ. കാരണം KM മാണി എന്ന കേന്ദ്ര ബിന്ദുവിലേക്ക് പാലായിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സമസ്ത ഘടകങ്ങളും യോജിക്കുന്ന ഒരു കെമിസ്ട്രി അവിടെ ഉണ്ടായിരുന്നു. അത് പള്ളിയായാലും പട്ടക്കാരായാലും ചെറുപ്പക്കാരായാലും മുതിർന്നവരായാലും ക്രിസ്ത്യാനികളായാലും ഏത് വിഭാഗക്കാരായാലും കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ആയാലും ഒക്കെ ഉണ്ടായിരുന്നു. അത് 54 വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത കാര്യമാണ്. അദ്ദേഹം അങ്ങോട്ട് മാറി, അപ്പം തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? അദ്ദേഹത്തോടും വലിയ ആദരം അതുവരെ വോട്ട് ചെയ്തവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആയിരുന്നുകൊണ്ടങ്ങ് വോട്ട് ചെയ്തു. മാറി വന്നപ്പോൾ 2 സാധ്യത അവരുടെ മുന്നിലുണ്ടായിരുന്നു. ഒന്ന് കേരള കോൺഗ്രസിനെ ജയിപ്പിക്കാം, അല്ലെങ്കിൽ മാണി സി കാപ്പനെ പോലെയുള്ള മറ്റൊരു മുന്നണിയെ ജയിപ്പിക്കാം. മാണി സി കാപ്പനെ ജയിപ്പിച്ചപ്പോൾ മറ്റൊരു മുന്നണിയെയാണ് ജയിപ്പിച്ചത്. ആ മുന്നണിയുടെ ഭരണത്തോട് 3.5 വർഷത്തെ ഭരണത്തോട് അവർക്കൊരു ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് മാണി സി കാപ്പൻ തന്നെ ഈ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്നതും KM മാണി ഇല്ലല്ലോ, അപ്പോൾ ഒരു പ്രഗത്ഭ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു എതിരാളി ഇല്ല എന്നതാണ്. അതും വിജയത്തിനുള്ളൊരു ഘടകമായി അദ്ദേഹം നേരത്തെ തന്നെ കണ്ടിരുന്നു.
അവിടെ പൂർണ്ണമായി ഇതൊരു രാഷ്ട്രീയ വിജയമാണെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നുമുള്ള അവകാശവാദം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിലനിൽക്കുമോ എന്നാണ് ഞാൻ തുടക്കത്തിലും ചോദിച്ചത്. അതേ ചോദ്യമാണ് ഞാൻ ആവർത്തിക്കുന്നത്. പൂർണ്ണാർത്ഥത്തിൽ ചോദ്യം എന്നോടാണോ? അതെ, താങ്കളോട് തന്നെ. അങ്ങനെയാണെങ്കിൽ 4 മാസത്തിന് മുമ്പ്, ഹ്രസ്വമായൊരു പീരീഡാണ്, 110 ദിവസങ്ങൾക്ക് മുമ്പ്, 4 മാസം പോലും ഇല്ല, ആ നിലയ്ക്ക് 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, 33,000 വോട്ടിൻ്റെ മഹാഭൂരിപക്ഷത്തിന് മുന്നിൽ നിന്നാണ് UDF ഭയങ്കര വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത് മാറി മറിയുന്നു എന്ന് ഈ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ മറിയുന്നു എന്നതൊരു ചെറിയ കാര്യമല്ലല്ലോ ഗോപികൃഷ്ണൻ. അതിനുള്ള ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല തന്നെയാണ്. ശബരിമലയുമായി ബന്ധിപ്പിച്ച് വിശ്വാസമാർജിച്ച ആളുകളുടെ വിശ്വാസ്യത അമ്പേ നഷ്ടപ്പെട്ടു പോയി. അതൊരു ഘടകം. മറ്റൊന്ന് മുന്നണിയുടെ ഭരണക്രമത്തിൽ തന്നെയാണ്. ഈ മുന്നണിക്ക് ഗൗരവതരമായൊരു അഴിമതി ആക്ഷേപം ഉണ്ടായിരുന്നുവരിക. ഒരു കോഴക്കേസോ അല്ലെങ്കിൽ കെ മാണിക്ക് വന്ന മാതിരി ഒരു കേസോ അല്ലെങ്കിൽ മറ്റേ ഈ സരിത കേസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലോ ജയിക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ യാഥാർത്ഥ്യം കൂടി നാം കാണണം. ശരി, മികച്ച ഒരു നിലപാട്. ശരി, ഞാൻ താങ്കളിലേക്ക് മറ്റു കാര്യങ്ങളുമായി താങ്കളിലേക്ക് വരാം. ശ്രീ എസ് ജയസൂര്യൻ, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 7,000 മുതൽ 10,000 വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് NDAക്ക്, നിങ്ങളുടെ മുന്നണിക്ക്. അതെവിടെ പോയി എന്നതിനുള്ള ഉത്തരം എന്താണ്? ഇവിടെ ഈ പാലായുടെ അവസ്ഥയെ നമ്മൾ വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം ശ്രീ ഭാസുരേന്ദ്ര ബാബുവിന് അറിയാവുന്നതാണ്, എങ്കിലും അദ്ദേഹം അത് വ്യക്തമാക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാലായുടെ രാഷ്ട്രീയം 54 വർഷക്കാലം KM മാണി കൈപ്പിടിയിൽ ഒതുക്കിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഒന്ന് അനുസ്മരിക്കേണ്ട സമയമാണിത്. അതായത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉദയം, ആ പാർട്ടി രൂപീകരിക്കുമ്പോൾ ശ്രീ മന്നത്ത് പത്മനാഭൻ ആ പാർട്ടിയുടെ സ്ഥാപക ആചാര്യൻ എന്നുള്ള നിലയിൽ അന്ന് നിലവിലുണ്ടായിരുന്നു. ആ കാലം മുതൽ ഇന്നുവരെ ആ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കാൻ, മന്നത്ത് പത്മനാഭൻ്റെ പാർട്ടിയാണിത് എന്ന് ഓർമ്മിപ്പിക്കാൻ KM മാണി ഉണ്ടായിരുന്നു. KM മാണിയുടെ ആ ഒരു രാഷ്ട്രീയ ചതുരത ഒരു പരിധിവരെ വിജയം കണ്ട മണ്ഡലം കൂടിയാണ് പാല. അതുപോലെ തന്നെ 54 വർഷക്കാലം അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അതിൽ 30 വർഷക്കാലം മന്ത്രിയായിരുന്നു. ഇനി മന്ത്രി അല്ല MLA ആയി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു രാഷ്ട്രീയ ശക്തി, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്നുള്ളതിലുപരി ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിരുന്നു. ഇത് രണ്ടും പാലായിലെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സമുദായ ശക്തികൾക്ക് വളരെ ആവശ്യമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സഹായി എന്നുള്ള നിലയിൽ, ഒരു അഭ്യുദയകാംക്ഷി എന്നുള്ള നിലയിൽ ഭരണത്തിൽ മന്ത്രിയായിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴുമുള്ള മാണിയുടെ ഒരു പിന്തുണ അനുഭവിച്ചു വന്ന സമുദായങ്ങൾ മാണിയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മാണിയില്ല. മാണി നിർവഹിച്ച ആ ദൗത്യം അതേപോലെ നിർവഹിക്കാനുള്ള പ്രാപ്തി ജോസ് കെ മാണിക്കില്ല എന്ന് മാത്രമല്ല PJ ജോസഫ് ആ ഒരു നയക്കാരനുമല്ല. അതുകൊണ്ട് ഇനി ഈ മാണി പാർട്ടിയോട് അത്ര വലിയൊരു മമത കാണിക്കേണ്ട ഒരു ബാധ്യത, ഒരു ഹൃദയബന്ധം, ആ താല്പര്യം ഈ പറഞ്ഞ സമുദായ ശക്തികൾക്ക് പാലായിൽ ഇല്ലാതെ വന്നു എന്നുള്ള ഒരു സാഹചര്യവും കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഭാസുരേന്ദ്ര ബാബുവിനെ പോലെയുള്ള രാഷ്ട്രീയ പണ്ഡിതന്മാർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ തുറന്നു പറയാത്തതാവാം. പക്ഷേ ഈ കാണാതായ 7,000 മുതൽ 10,000 വോട്ടുകളുടെ കാര്യത്തിൽ ഒരു ഉത്തരമാകുന്നില്ലല്ലോ. എവിടെ പോയി NDAയുടെ വോട്ടുകൾ? അല്ല, തീർച്ചയായിട്ടും അത് ഞാൻ പറയാം. അപ്പോൾ NDAയുടെ വോട്ടുകൾ 6,000-ലധികം കുറഞ്ഞപ്പോൾ മാണി പാർട്ടിയുടെ വോട്ടുകൾ 7,000-ലധികം കുറഞ്ഞിട്ടുണ്ട്. അതെവിടെ പോയി എന്ന് ചിന്തിച്ചാൽ അത് മാണി സി കാപ്പൻ എത്തിയിട്ടുണ്ടോ എന്ന് കണക്കാക്കുമ്പോൾ മാണി സി കാപ്പന്റെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാണി സി കാപ്പന്റെ വോട്ടും കുറഞ്ഞു. മാണി സി കാപ്പന്റെ വോട്ടല്ല, കണക്കുകൾ വെച്ചാണെങ്കിൽ മാണി സി കാപ്പൻ, അതായത് ഇടതു മുന്നണിക്ക് കുറഞ്ഞ വോട്ടുകളുടെ എണ്ണം 44 മറ്റേ കണക്കുകൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഏതാണ്ട് 7,000-ഓളം വോട്ടുകൾ UDF സംബന്ധിച്ചൊരു കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കൂടി താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ NDAയുടെ വോട്ടുകൾ അങ്ങനെ ചിഹ്നിച്ചതറി. UDF വോട്ടുകളുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം കേരള കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ പ്രശ്നം, ഭിന്നത, പിന്നെ കോൺഗ്രസിൽ തന്നെ അതിർത്തിയുള്ള ഒരു വിഭാഗം ഉണ്ടായേക്കാം. അങ്ങനെ അതിന് ചില റീസൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും, റീസണബിൾ ആയിട്ടുള്ള റീസൺസ്. പക്ഷേ എവിടെ പോയി NDAയുടെ വോട്ടുകൾ?
അല്ല, എൻ ഡി എയുടെ വോട്ടുകളെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പി സി ജോർജ് സംസാരിച്ച കാര്യം തന്നെ വളരെ പ്രസക്തമാണ്. പി സി ജോർജിന്റെ വോട്ടുകൾ എന്നുള്ള മട്ടിൽ മാത്രമല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാനപരമായ വോട്ടുകളും അതിൻ്റെ അനുഭാവി വോട്ടുകളുമുണ്ട്. അത് CPM ആണെങ്കിലുമുണ്ട്. ഒരു കാലത്ത് CPM പാലായി കിട്ടിയിരുന്ന വലിയ വോട്ടുകൾ ഇത്തവണ കിട്ടിയിട്ടില്ലല്ലോ. അതിനേക്കാൾ 10,000-ലധികം വോട്ടുകൾ ഇപ്പൊ കുറവുണ്ടല്ലോ. അടിസ്ഥാന വോട്ടുകൾ എന്ന് പറയുന്നത് BJP-യുടെ അടിസ്ഥാന വോട്ടുകൾ എന്നാണെങ്കിൽ കുറച്ചുകൂടി താങ്കൾ ഒരു യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് ഞാൻ പറയാം. അതോ NDA-യുടെ അടിസ്ഥാന വോട്ടുകൾ എന്നാണ് പറയുന്നതെങ്കിൽ താങ്കൾ കുറച്ചുകൂടി അതിലൊരു വ്യക്തത വരുത്തേണ്ടി വരും. NDA-യുടെ അടിസ്ഥാന വോട്ടുകളെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? അതായത് BDJS-ഉം ഇപ്പോൾ ജനപക്ഷവും ഒക്കെ അടക്കമുള്ള NDA-യുടെ. അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ വസ്തുതാപരമായിട്ട് തന്നെ പറയാം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, റിസൾട്ടും വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കാൻ യാതൊരു മടിയുമില്ല, അവിടെ കാര്യമില്ല. BJP-യുടെ അടിസ്ഥാന വോട്ടുകൾ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ NDA-യുടെ എന്നുള്ള നിലയിലേക്ക് അതിനെ പൂർണ്ണമായിട്ട് സംയോജിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അത് ആ രീതിയിൽ വന്നിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല. ശരി, എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് NDA-യുടെ സംഘടനാ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തി ഒരൊറ്റക്കെട്ടായി സജ്ജമാക്കാൻ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന BJP-ക്ക് കഴിഞ്ഞില്ല രാഷ്ട്രീയമായി, പൊളിറ്റിക്കലി എന്നല്ലേ അതിൻ്റെ അർത്ഥം? താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് BDJS-ന്റെ വോട്ടുകൾ പോയിട്ടുണ്ട്, അത് ഇടതു മുന്നണിക്ക് പോയിട്ടുണ്ടാകാം. പിന്നെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ PC ജോർജ് നമ്മുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞു, ജനപക്ഷത്തിൻ്റെ അണികളിൽ ചിലർ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ NDA-ക്ക് അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളെ ചലിപ്പിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ BJP-ക്ക് അകത്തുനിന്ന് തന്നെയാണ് ആരോപണം ഉയർന്നത്, BJP വോട്ടുകൾ മറച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന്. ആരാണ് ആ ആരോപണം ഉയർത്തിയതെന്ന് താങ്കൾക്കറിയാമല്ലോ. പാർട്ടിക്ക് പുറത്താണെങ്കിലും വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു. അപ്പോൾ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ആ വസ്തുതകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഈ കണക്കുകൾ തന്നെ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് UDF-ലേക്ക് മറിച്ചു, UDF-നെ വിജയിപ്പിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ UDF വിജയിക്കണ്ടേ? ഈ BJP-യുടെ കുറച്ച് വോട്ട് കൊണ്ട് UDF വിജയിക്കണ്ടേ? അപ്പോൾ അത് അടിസ്ഥാനരഹിതമാണെന്നുള്ളത് അവിടെ തന്നെ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാ മുന്നണികൾക്കും, ഇപ്പോൾ LDF-നാണെങ്കിലും UDF-നാണെങ്കിലും NDA-ക്കാണെങ്കിലും എല്ലാ തിരഞ്ഞെടുപ്പിലും അതിൻ്റെ പെർഫോമൻസ് ഒരേപോലെ കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ ജയസൂര്യൻ, നമുക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതായത് ബെന്നി ബെഹനാൻ, UDF കൺവീനർ, ഈ ഫലം വന്ന ശേഷം നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് മത്സരം വേണ്ടത് മുന്നണികൾ തമ്മിലാണ്, അല്ലാതെ ഒരേ മുന്നണിക്കകത്തുള്ള പാർട്ടികൾ തമ്മിലല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രകടമായും കേരള കോൺഗ്രസിനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. അതായത് ഈ വലിയ പരാജയത്തിന് കാരണം കേരള കോൺഗ്രസിനകത്തെ വിഭാഗീയത തന്നെയാണ് എന്ന് ബെന്നി ബെഹനാൻ ഉറപ്പിച്ചു പറയുകയായിരുന്നു. സമാന സ്വഭാവത്തിലുള്ള ഒരു ദുർബലാവസ്ഥ NDA-ക്കും ഉണ്ടായി എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? BDJS-ന്റെ വോട്ടുകളാണ് ഇടതു മുന്നണിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് വിലയിരുത്തുമ്പോൾ ബെന്നി ബെഹനാൻ പറഞ്ഞത് തികച്ചും UDF-നെ സംബന്ധിച്ച് മാത്രമാണ്. അതിനെ നമ്മൾ NDA-യിലേക്ക് കൊണ്ടുവന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് UDF-നുള്ളിൽ കേരള കോൺഗ്രസിനകത്ത് നടന്നിട്ടുള്ള പടലപ്പിണക്കങ്ങളും ആ സമീപകാല സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് അദ്ദേഹം അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ BDJS പിണങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ BDJS-ന് അരൂരിൽ മത്സരിക്കാൻ അവസരം കൊടുത്തു, സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് BDJS പറഞ്ഞു. BDJS പ്രകടമായി തന്നെ കേരളത്തിനകത്തെ NDA സംവിധാനം കാര്യക്ഷമമായല്ല മുന്നോട്ട് പോകുന്നതെന്നത് പരസ്യമായ രഹസ്യമല്ലേ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. പിന്നെ ഇടഞ്ഞു നിൽക്കുന്നുണ്ട്, അമിത്ഷായെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ NDA-ക്കകത്തെ ഈ മുന്നണി സംവിധാനത്തിനകത്തും ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ പാലാ തെരഞ്ഞെടുപ്പിലും കണ്ടു. BDJS-ന്റെ വോട്ടുകൾ ഇടതു മുന്നണിയിലേക്ക് മറഞ്ഞുകൊണ്ട്. ഈ വാർത്തകൾ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. ഏതൊരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നുള്ള നിലയിലുള്ള ചർച്ചകളായിട്ട് പുരോഗമിക്കാറുണ്ട് എന്ന് മാത്രമേ നമുക്കതിനെ കാണേണ്ടതായിട്ടുള്ളൂ. ഇനി ഈ NDA-യുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്കോ വലതുപക്ഷത്തേക്കോ പോയി എന്ന് പറയുന്നുണ്ട് എങ്കിൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉയർച്ച കാണുന്നില്ലല്ലോ. ഇപ്പോൾ LDF-ന്റെ ഭാഗത്താണേലും വോട്ട് ഉയർന്നിട്ടില്ല, UDF-ന്റെ ഭാഗത്താണേലും വോട്ട് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമാണ് ഇവിടെ NDA-യുടെ വോട്ടുകൾ എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് NDA-യുടെ വോട്ടുകൾ UDF-ലേക്ക് മറച്ചു വിൽക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആരോപണം പരസ്യമായി ഉന്നയിച്ചത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ്. പക്ഷേ വിജയം അനുകൂലമായി കഴിഞ്ഞപ്പോൾ
അതിൻ്റെ ചീത്തപ്പേര് പേറേണ്ടി വരുന്നൊരവസ്ഥ ഇടതുപക്ഷത്തിനുണ്ടായോ? KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് 7000 വോട്ടുകൾ കച്ചവടം ചെയ്തിരിക്കുന്നു ഇടതുമുന്നണിക്ക്, അതിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഈ വിജയമെന്ന്. ആ കാര്യത്തിനകത്ത് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. ജയസൂര്യൻ ഈ ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ വോട്ട് എല്ലാവർക്കും ഒരുപോലെ കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് 5% പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്ന ജയസൂര്യൻ. ഒന്ന്, അതുകൊണ്ടാണ് വോട്ട് കുറയുന്നത്. മറ്റൊന്ന്, 1500 വോട്ടുകളെ അവിടെ പുതിയതായിട്ടുള്ളൂ, അല്ലെങ്കിൽ ചേർക്കപ്പെട്ടിട്ടുള്ളൂ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് വോട്ടുകളെ പുതുതായി വരുന്നുള്ളൂ. വൻതോതിൽ വോട്ടുകൾ പോവുകയും ചെയ്തു. അപ്പോൾ കുറയുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് കുറഞ്ഞു എന്ന് പറയുന്ന 44 വോട്ടുകളാണ്. അത് പോട്ടെ, ബാക്കി 7000ഉം 6000ഉം ഒക്കെയാണ്. അത് 7000 6000 തന്നെയാണോ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അനുബന്ധമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ ആരോപണം നേരിടുന്നത് ഇപ്പോഴും ഇടതുമുന്നണിയാണ്. കാരണം ഈ കുറഞ്ഞ 7000 വോട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്തു എന്നാണ് KPCC അധ്യക്ഷൻ പരസ്യമായി പറഞ്ഞത്. അദ്ദേഹം ഉന്നയിച്ചൊരു ഗൗരവമായ ആരോപണം. അല്ല, അത് എനിക്ക് തോന്നുന്നത്, ഞാൻ അദ്ദേഹത്തിനെ ഒന്നും പറയുന്നില്ല, അത് ഓരോരുത്തർക്കും അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ന്യായങ്ങൾ ഉണ്ടാക്കും. കാരണം ബാക്കി 5 മണ്ഡലങ്ങളിലേക്ക് ഇത് പ്രസരിക്കാതെ നോക്കേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് UDF തുടങ്ങി വെച്ചത്. പക്ഷേ സംഭവിച്ചത് എവിടെയാണ്? എന്താ, പ്രതീക്ഷയുടെ പളുങ്കുപാത്രം വീണ് ഉടഞ്ഞു എന്നല്ല, ചിതറിപ്പോകുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഗോപികൃഷ്ണൻ അങ്ങ് ഉണ്ടായിരുന്നില്ല. ആ ചർച്ചയിൽ PC ജോർജ് തന്നെ പറയുകയുണ്ടായി, NDAയുടെ പ്രതിനിധി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, NDA സ്ഥാനാർത്ഥി ഹരി തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചതൊക്കെ ഇടതുപക്ഷത്തിനെതിരായിരുന്നു. ഇടതുപക്ഷത്തിനെതിരായി പ്രസംഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് വിൽക്കും എന്ന് പ്രതീക്ഷിക്കാനാകില്ല. പിന്നെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും അവരിപ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കില്ല. ഇതൊക്കെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ ആ ചർച്ചയിൽ ഇല്ലായിരുന്നു, ശരിയാണ്. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടു, ജനപക്ഷത്തിന്റെ അണികളെ വോട്ടുകൾ ഇടതുമുന്നണിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് മാണി സി കാപ്പന്റെ ഈ ചരിത്ര വിജയത്തിൽ ഞങ്ങളും ഒരു പങ്ക് നിർവഹിച്ചിട്ടുണ്ടെന്ന് പരോക്ഷമായി പറഞ്ഞു. അതെ, അത് BDJS ശരിക്കാണ്. ഞാൻ BJPയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴും അവരുടെ മുന്നണി സങ്കല്പത്തിനകത്ത് യാഥാർത്ഥ്യബോധത്തോടെ ഒരു ഐക്യബോധം ഉണ്ടായിട്ടുണ്ട് എന്ന് ജയസൂര്യൻ പോലും സമ്മതിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിന് തന്നെ അറിയാതെ ഉണ്ടായിട്ടില്ല എന്ന്. BDJS മോരും മുതിരയും പോലെ നിൽക്കുകയാണ്. BDJSന്റെ വോട്ട് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ PC ജോർജ് പറഞ്ഞത്, PC ജോർജിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പോലും മാണി സി കാപ്പനാണത്രേ വോട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മറ്റവർക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. കഴിയാത്ത വണ്ണം ദുർബലമാണ് അവരുടെ സംഘടനാ സംവിധാനവും പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയവും. ഈ പാർട്ടിക്ക് വേണ്ടും വണ്ണം സംഘടനാ സംവിധാനം ഉണ്ടാക്കാനാവില്ല, സ്ഥാനാർത്ഥി നിർണയത്തിന് കഴിയില്ല. നോക്കൂ, 56 വോട്ടിനല്ലേ കെ സുരേന്ദ്രൻ തോറ്റത് മഞ്ചേശ്വരത്ത്. അദ്ദേഹത്തിന് നിന്ന് ഇത്തവണ ജയിച്ചൂടെ? പക്ഷേ വരില്ല. 82 വോട്ടുകൾക്ക്. അതെ, ഞാൻ ഒരു കാര്യം ഒന്ന് ശരി, ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഇടപെട്ടൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ വാസുരേന്ദ്ര ബാബു. അല്ല, ഞാനൊന്ന് ഇടയ്ക്കൊന്ന് ഇടപെട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞു, ഇത് സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുടെ ഫലമായി ഉണ്ടായതാണ് ഈ നേട്ടമെന്ന്. നല്ല കാര്യം. 2 ദിവസം മുൻപ്, അതായത് ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വേളയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് ഒരു ചോദ്യമുണ്ടായി മാധ്യമപ്രവർത്തകരിൽ നിന്ന്. അത് ഈ വരുന്ന 5 തെരഞ്ഞെടുപ്പുകൾ, ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു മിനി അസംബ്ലി ഇലക്ഷൻ എന്ന നിലയിൽ കാണാൻ കഴിയുമോ എന്നായിരുന്നു ആ ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞു, ഈ സർക്കാരിനെ സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ഒന്നും ചെയ്യില്ലാത്ത 5 തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞത്, രാഷ്ട്രീയമായി നോക്കിയാൽ 4 സീറ്റുകൾ UDFന്റെ സീറ്റുകളാണ്, 1 മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതില്ല എന്നാണ്. പക്ഷെ പാലാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മറ്റൊന്നാണ് പറയുന്നത്. ഇത് വലിയ രാഷ്ട്രീയ വിജയമാണ്, ഭരണ നേട്ടമാണ്, അതിൻ്റെ വിലയിരുത്തലാണ്. ഇതിൻ്റെ അലയൊലികളും പ്രതിഫലനവും ഒക്കെ ഇനി വരുന്ന 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും കാണാം എന്നൊക്കെ. അപ്പോൾ ഒരു വ്യാജമായ അവകാശവാദം ഉന്നയിക്കലാകുമോ ഇത് എന്ന് സംശയിക്കേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, മലയാളികളുടെ അല്ല കേരളത്തിൻ്റെ ഒരു പാറ്റേണിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ മാറി വരുന്ന മുന്നണി ഭരണത്തിലൊരു മാന്യത പുലർത്തുന്നുണ്ട്.
കാരണം ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പം ഇടതുപക്ഷ മുന്നണി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ തന്നെയാകും. എന്നിട്ടോ വിലയിരുത്തലാക്കിയിട്ട് 20-ൽ 19 സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പം മാറ്റി പറഞ്ഞോ അങ്ങനൊന്നുമല്ല എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. രാജിവെക്കണമെന്ന് UDF പറയാറില്ല. കാര്യം ആ തെരഞ്ഞെടുപ്പ് അസംബ്ലി ഭരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്, മറ്റത് കേന്ദ്രത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ആ വ്യത്യാസമൊക്കെ നമുക്കറിയാം. അതേമാതിരി തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് വന്നു. പാലായിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചോദിച്ചു ഭരണത്തിൻ്റെ, അപ്പോഴും പറഞ്ഞു ഭരണത്തിൻ്റെ വിലയിരുത്തൽ തന്നെയാകും. കഴിഞ്ഞ തവണ ഭരണത്തിൻ്റെ വിലയിരുത്തൽ വന്നപ്പോൾ എല്ലാം പോയല്ലോ എന്നോ, ഭരണത്തിൻ്റെ വിലയിരുത്തലെന്ന് ഇപ്പോൾ പറഞ്ഞ് ജയിച്ചപ്പോൾ എല്ലാം കിട്ടിയെന്നോ ആരും അവകാശപ്പെടുന്നില്ലല്ലോ ഗോപികൃഷ്ണ. ആ രണ്ട് കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം ബാക്കി 5 ഫലങ്ങളെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ആ മലവെള്ളപ്പാച്ചിലുണ്ടല്ലോ, ആ തള്ളിക്കയറ്റം, അത് പോയി എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകാൻ നല്ലതാണ്. ഇനി നോക്കിക്കോ, കോൺഗ്രസിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയങ്ങളിൽ ഒരുപക്ഷെ ജയസൂര്യനെയൊക്കെ അക്കമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മാറും. പഴയ ആളുകൾക്ക് താല്പര്യമുണ്ടാവില്ല, ജയിക്കാൻ സാധ്യത കുറവാണ്. അത് തന്നെ കാര്യം. ശരി, ഞാൻ വരാം. ശ്രീ ജയസൂര്യൻ, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. കാരണം ഈ പാലാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ താങ്കളും ശ്രദ്ധിച്ചു കാണും, ഇടതുപക്ഷം കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്ത് കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ അജണ്ടകളാക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത്. UDF നേതാക്കൾ ഇപ്പോൾ പലരും തുറന്ന് സമ്മതിക്കുന്നുണ്ട്, രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായില്ല പാലായിൽ. പ്രത്യേകിച്ച് അജണ്ടകൾ ഫിക്സ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ നിമിത്തമെന്ന്. NDAക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചോ? കാരണം പ്രചാരണ വേദികളിൽ പലയിടങ്ങളിലും ശബരിമല മാത്രം മുഴച്ചു നിൽക്കുന്ന ഒരു വിഷയമായി മാറുന്നത് കണ്ടു. നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞോ പാലായിൽ? ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്തത്. ശബരിമല വിഷയം മുന്നോട്ട് പിടിച്ചുകൊണ്ടുള്ള ഒരു യാതൊരുവിധ മുതലെടുപ്പിനുമല്ല ഞങ്ങൾ ശ്രമിച്ചത്. കേന്ദ്ര ഭരണത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ, ജനങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ, അതൊക്കെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു വേദി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചത്. പക്ഷേ അത് ഫലപ്രദമായി മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ടിൽ കാണുന്നത്. പാലായിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ 3 മുന്നണികളുണ്ടായിരുന്നുവെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് UDFൻ്റെയും കേരള കോൺഗ്രസിനുള്ളിലെയും പടലപ്പണങ്ങളുടെയും ചിഹ്നം നഷ്ടപ്പെട്ടതിൻ്റെയും ചിഹ്നമില്ലാത്തതിൻ്റെയും പിന്നെ പുതിയ ചിഹ്നം വന്നതിൻ്റെതും ഒക്കെ വലിയ വാർത്തകളാണ്. നമ്മളിതോട് ചേർത്ത് വായിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇത്തവണത്തെ ഇലക്ഷൻ വളരെ ഏറെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം, എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്ന ഒരു പ്രചരണ പരിപാടിയാണ്. അതിനിടയിൽ ഒരു രാഷ്ട്രീയം പോലും ചർച്ച ചെയ്യുന്നതിലുപരി രാഷ്ട്രീയ വിഴുപ്പലക്കുകൾ മാത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. പാലായുടെ വികസനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് NDAയാണ്. KM മാണി ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗ്രാമാന്തരങ്ങളിൽ വീടാന്തരം ഈ തരത്തിലുള്ള ചർച്ച കൊണ്ടുവന്നതും ഞങ്ങൾ തന്നെയാണ്, കുടുംബയോഗങ്ങളിലൂടെയും മറ്റ് പരിപാടികളിലൂടെയും. അപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ വസ്തുതയാണ്. പക്ഷേ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയം തമസ്കരിക്കപ്പെടുകയും അതിലുപരി വളരെ സെൻസേഷണലായിട്ടുള്ള രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ മീഡിയ ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടി അജണ്ട ജനങ്ങളിലെത്തിയില്ല. ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തത് മുഴുവൻ മസാല വിഷയങ്ങൾ മാത്രമായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള മസാലയാണ് ഏറ്റവും കൂടുതൽ ചെലവായത്. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയം ഫലപ്രദമായി ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, താങ്കൾ ദയവായി തുടരണം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മാധ്യമങ്ങൾക്ക് നേരെ ശ്രീ ജയസൂര്യൻ ഇപ്പോൾ ഉന്നയിച്ചത്. താങ്കൾ ഒരു മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിൽ കൂടിയാണ് അതിനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ പോലും ഈ ഏകപക്ഷീയമായ നിലപാടെടുത്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമൊക്കെ ഔട്ട് ഓഫ് പ്രപ്പോർഷനിൽ വലുതാക്കി കാണിച്ചുകൊണ്ട് തെറ്റായ അജണ്ടകൾ സൃഷ്ടിച്ചു, സെറ്റ് ചെയ്തു എന്നതാണ്. താങ്കൾ അതിനെ അംഗീകരിക്കുമോ? അല്ല, സെൻസേഷണലായ കാര്യങ്ങൾ, വികാരവിഹ്വലതകൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നുവെന്ന ആക്ഷേപം എപ്പോഴും ഉന്നയിക്കുന്ന ഒരാളാണ് ഞാൻ. മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയിൽ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഗോപികൃഷ്ണ. ആ അർത്ഥത്തിൽ ആ വിമർശനം ശരിയാകാം. കാര്യം വളരെയധികം സമയമാണ് കേരള കോൺഗ്രസിലെ
പിളർപ്പിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒക്കെ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വാർത്താ പ്രാധാന്യം ഇല്ലാത്ത സ്റ്റഫുകളായിരുന്നോ സർ? അല്ലല്ല, അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയസാധ്യതയുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്ന അപകടം വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതവർ ഉന്നയിച്ചു, ധാരാളം സമയമെടുത്തു. ജയസൂര്യൻ പറയുന്നത് മാതിരി ധാരാളം ഇൻപ്രപ്പോർഷനേറ്റ് ആയിക്കോട്ടെ എടുത്തു. അത് പറഞ്ഞു. വോട്ട് എത്ര നഷ്ടപ്പെട്ടു ജയസൂര്യൻ? 7000. എത്ര വോട്ടിലാണ് 7000 നഷ്ടപ്പെട്ടത്? 52,000 വോട്ടിൽ 7000 നഷ്ടപ്പെട്ടു. നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന ചാനലടക്കം മോദിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് അവർ അനുകൂലമായി. മോദിക്കെതിരായി പറയാൻ കേരളത്തിൽ ചാനലേ ഇല്ലല്ലോ, 3-4 ഒഴിച്ചു കഴിഞ്ഞാൽ. ഇന്ത്യയിലില്ലല്ലോ. അത് ധാരാളമായി ഈ ചാനൽ മുഴുവൻ പ്രകീർത്തിച്ചല്ലോ. എന്നിട്ടോ 25,000 വോട്ടിൽ 23,000 വോട്ടിൽ 7,000 വോട്ട് നിങ്ങൾക്കും കുറഞ്ഞു. അപ്പോൾ കൂടുതൽ കുറഞ്ഞതാർക്കാ? നിങ്ങൾക്കാണ് കുറഞ്ഞത്. നിങ്ങളെക്കുറിച്ച് മലയാള മാധ്യമങ്ങളൊന്നും പറഞ്ഞില്ല. മാധ്യമം പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറയണ്ടേ? കുറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. നല്ലതേ പറഞ്ഞുള്ളൂ മോദിയെക്കുറിച്ച്. അപ്പോൾ അതായിരുന്നില്ല സാർ കാര്യം. അതായിരുന്നില്ല കാര്യം. ജയസൂര്യൻ മറുപടി പറയാം. അല്ല, അതൊരിക്കലും അല്ല, അങ്ങനെയല്ല. മോഡിയെക്കുറിച്ച് നല്ലത് പറഞ്ഞ ഏത് മാധ്യമമാണ് കേരളത്തിലുള്ളത്? ഏത് ചാനലാണ് ഉള്ളത്? ഏത് പത്രമാണ് ഉള്ളത്? നമ്മൾ എന്തിനാണ് ഇവിടെ ഭാസുരേന്ദ്ര ബാബുവിനെ പോലെയുള്ളവർ? നല്ലതല്ല പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. നല്ലതല്ല പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതല്ലല്ലോ ഫലത്തിൽ കണ്ടത്. അതാണല്ലോ ഫലത്തിൽ കണ്ടത്. അതായത് മോഡിയെയും കേന്ദ്ര ഭരണത്തെയും അങ്ങേയറ്റം വിമർശിക്കുകയും താറടിക്കുകയും വളരെ ഭീകരമായി ചിത്രീകരിക്കുകയും ചെയ്ത ഒരു മീഡിയയുടെ അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ഇവിടെ LDF-നോടും UDF-നോടും ഒപ്പം നിന്നുകൊണ്ട് NDA-യെ കടന്നാക്രമിച്ച ഒരു വലിയ ശക്തിയായിരുന്നു മീഡിയ. അത് തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ല. അതാണല്ലോ സത്യം. അപ്പോൾ ആ ഒരു വസ്തുതയെ കൂടി NDA-ക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലായിൽ അതും വളരെയേറെ ഫലിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി രീതിയിലാണ് ഈ വോട്ടിന്റെ കുറവ് വന്നത്. ശരി, UDF-ഓ LDF-ഓ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം, ആ മാറ്റം NDA-യും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതിൽ വലിയൊരു പങ്ക് മീഡിയ വഹിച്ചിട്ടുണ്ട്. ഏതായാലും യേശൂരൻ, എനിക്ക് തോന്നുന്നു എന്താണ് യഥാർത്ഥ കാരണം എന്ന കാര്യത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മതലത്തിലുള്ള ഒരു പരിശോധന ആവശ്യമായി വരും. NDA സംബന്ധിച്ചും അത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. പ്രത്യേകിച്ച് BDJS, നിങ്ങളുടെ ഘടകകക്ഷികളിൽ ഒന്നായ BDJS ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ BDJS-ന്റെ വോട്ടുകൾ ഇടതുമുന്നണിക്ക് പാലായിൽ ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ കുറച്ചുകൂടി മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു പരിശോധന നിങ്ങൾക്ക് വേണ്ടിവരും. അതോടൊപ്പം തന്നെ ജനപക്ഷം നേതാവ് PC ജോർജ് ജനപക്ഷത്തിന്റെ തന്നെ അണികൾ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പരസ്യമായ നിലപാടെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ NDA-യുടെ സംഘടനാ സംവിധാനങ്ങൾ എത്രത്തോളം പരിക്കുകൾ കൂടാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൻ്റെ ഉത്തരവാദിത്വവും BJP-ക്ക് ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ നിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന രാഷ്ട്രീയ കൂടിയാലോചനകളിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെയധികം നന്ദി ശ്രീ S. ജയസൂര്യൻ, താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമായി ഇത്രയും നേരം ഇരുന്നതിന്. ബെന്നി ബെഹനാന്റെ പ്രതികരണത്തിലേക്ക് പോകുന്നു നമ്മൾ ഉടൻ തന്നെ. പാലായിലെ തോൽവിയെ രാഷ്ട്രീയ പരാജയമായി കാണുന്നില്ല എന്നാണ് ബെന്നി ബെഹനാൻ പ്രതികരിച്ചത്. മുന്നണികൾ തമ്മിൽ മത്സരം വേണം, എന്നാൽ മുന്നണിക്കുള്ളിലെ പാർട്ടികൾ തമ്മിൽ മത്സരം നല്ലതല്ല എന്ന സന്ദേശം കൂടിയാണ് പാലാ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ബെന്നി ബെഹനാൻ പ്രതികരിച്ചു. ആ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പരാജയമായി ഞങ്ങൾ കാണുന്നില്ല. ഞാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു, മുന്നണികൾ തമ്മിൽ മത്സരം വേണം. UDF-ഉം LDF-ഉം തമ്മിലായിരുന്നു മത്സരം. മുന്നണിക്കകത്തെ പാർട്ടികൾ തമ്മിൽ മത്സരം പാടില്ല എന്ന ഒരു പാഠം പാലാ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഗൗരവമായി എടുക്കാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മാണി C. കാപ്പൻ പാലായിൽ ആരുമായിട്ടാണ് പാലം വെച്ചത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കണം. അതിന് മറുപടി പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ ഈ ചെറിയ ഒരു പരാജയത്തിൻ്റെ കാരണങ്ങൾ ഗൗരവമായി പഠിച്ച് കൂടുതൽ കെട്ടുറപ്പത്തോടുകൂടി ഐക്യത്തോടുകൂടി വരാൻ പോകുന്ന 5 തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമായി നേരിട്ട് ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ മുന്നോട്ട് പോകും. പാലായിൽ UDF-ന്റെ അടിത്തറ തകർന്നെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി. കേരളത്തിൽ ഇപ്പോൾ LDF അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഐക്യ ജനാധിപത്യ മുന്നണി, അതിന് രാഷ്ട്രീയ അടിത്തറ
തകർന്നിരിക്കുകയാണ്. UDF സംഘടനാപരമായും ശിഥിലമായിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആദ്യ വിക്കറ്റ് നഷ്ടമായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ സിക്സർ അടിക്കുമെന്നായിരുന്നു മുല്ലപ്പള്ളി പറഞ്ഞത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ ഭരണത്തിനുള്ള പ്രതിഫലനമായിരുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ആവേശം പകരുന്നതാണെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. സ്നേഹിതൻ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾ സിക്സർ അടിക്കും എന്നാണ്. പക്ഷെ ആദ്യ വിക്കറ്റ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വിജയം UDF പറയുന്നത് പോലെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തല്ല എന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾക്കും ആ മത്സരങ്ങൾക്കും ആവേശം പകരുന്ന ഒന്നാണ് പാലായിലുണ്ടായ ഈ തിരഞ്ഞെടുപ്പ് വിജയം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചു. പാലായിൽ NDAയുടെ വോട്ട് ശതമാനത്തിൽ നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായതെന്ന് BJP സ്ഥാനാർത്ഥി N ഹരി. UDFനാണ് വൻ വോട്ട് ചോർച്ചയുണ്ടായത്. BDJS ഉൾപ്പെടെയുള്ള NDAയുടെ സഖ്യകക്ഷികൾ തനിക്ക് മികച്ച പിന്തുണയാണ് നൽകിയത്. ശബരിമല വിഷയം ഇത്തവണ പ്രചാരണ വിഷയമായിരുന്നില്ലെന്നും N ഹരി 24നോട് പറഞ്ഞു. പാലായിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച N ഹരി ഇപ്പോൾ 24നൊപ്പം ചേരുന്നു. N ഹരി, ഈ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ വോട്ട് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ ചോർച്ചയുണ്ടായത്? വലിയ ചോർച്ച എന്ന് പറയാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ആകെ പോൾ 17.7% വോട്ടായിരുന്നു. പ്രാവശ്യം അത് 14.6, അതായത് 2.5% വോട്ടിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ തന്നെ പ്രമുഖമായ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തിനപ്പുറം ഒരു സർക്കാർ സംവിധാനം മുഴുവൻ ഇവിടെ വന്നു നിന്നുകൊണ്ട്, മുഖ്യമന്ത്രി അടക്കം വന്നു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അത് സർക്കാരിൻ്റെ ഒരു മന്ത്രിസഭ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്ത് അധികാര ദുർവിനിയോഗം നടത്തി വലിയൊരു നിലയിൽ ഒരു പ്രചരണം ഇവിടെ അഴിച്ചുവിട്ടു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും MLA-മാർ MP-മാർ എല്ലാം വന്നു. നമുക്കറിയാം, രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ കാലങ്ങൾ A, B, C എന്ന് തിരിച്ചിട്ടാണ് BJP. അപ്പോൾ അതിൽ പോലും പെടാത്ത ഒരു മണ്ഡലമാണ് പാല. അപ്പോൾ സ്വാഭാവികമായ ആ രീതിയിൽ വരുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു വോട്ടിൻ്റെ കുറവ് അത് രണ്ട് തരത്തിൽ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് 10,000-ലധികം വോട്ടുകൾ ചെയ്യാനായിട്ട് 10% വോട്ട് ചെയ്യാനുണ്ട്. അതിനകത്തൊന്നും വരും. എല്ലാം കൂടെ നോക്കുന്ന സമയത്തെന്ന് പറയുന്നത് ഒരു വലിയ കുറവായിട്ട് നമ്മൾ കാണുന്നില്ല. ഏതായാലും ഒരു വലിയ നിലയിൽ തന്നെ ഒരു വോട്ടിംഗ് ശതമാനം ഉണ്ടായി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന സഖ്യകക്ഷികൾ വേണ്ടത്ര നിലയിൽ പ്രവർത്തിച്ചെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇത്രയും വലിയൊരു ചോർച്ച ഉണ്ടായപ്പോൾ BDJS അതിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈഴവരുടെ പിന്തുണ മാണി സി കാപ്പനാണെന്ന്. അതുപോലെ തന്നെ PC ജോർജ് പിന്നീട് പരസ്യമായിട്ട് പറഞ്ഞു ഈ LDF സ്ഥാനാർത്ഥി ഇത്ര വോട്ടിന് വിജയിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഘടകകക്ഷികൾ ഞാൻ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ റിസൾട്ട് കാണുന്ന സമയത്ത് വരെ ഘടകകക്ഷികൾ ഇവിടെ നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് വോട്ടിംഗ് ഇതിന് ശേഷം ഓരോ ബൂത്തിലെ പഠിച്ചതിന് ശേഷം പറയാൻ പറ്റുള്ളൂ. പിന്നെ സംസ്ഥാന നേതാക്കന്മാർ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ആ കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവർ അത്തരം കാര്യങ്ങളിലെക്കുറിച്ച് പ്രതികരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിനെ സംബന്ധിച്ച് പാലായിൽ വലിയൊരു നമ്മളുടെ ഒപ്പം പ്രവർത്തിക്കാതിരിക്കുക അത്രയും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നേരിട്ടത്. അങ്ങനെ ഒരു ഇതായിട്ടാണ് തോന്നുന്നില്ല. ഇപ്പോൾ ഈ താങ്കളുടെ വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ വോട്ടെണ്ണലിന് മുമ്പ് തന്നെ BJPയുടെ പാലാ നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്ന ബിനു പുളിക്കക്കണ്ടം തന്നെ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. താങ്കളുടെ വോട്ട് കുറയും, താങ്കൾ വേണ്ടത്ര നിലയിൽ വോട്ട് പിടിച്ചില്ല, മാത്രമല്ല LDFനെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ അജണ്ടയായിരുന്നു താങ്കൾക്കുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി BJPയുടെ മുൻ മണ്ഡലം പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. ഇതൊക്കെ ഈ വോട്ട് കുറയുന്നതിന് കാരണമായതായി ഒന്നുമില്ല. അത് വോട്ടിംഗ് ശേഷം അന്ന് വൈകുന്നേരമാണ് അദ്ദേഹം അതിന് ശേഷമാണ് ആ കാര്യങ്ങൾ ആലോചിച്ചത്. അതൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല. തന്നെയല്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളാരും ഗൗരവമായി പാർട്ടിയുടെ ആൾക്കാർ, സംസ്ഥാന നേതൃത്വം, അതായത് അദ്ദേഹത്തെ പുറത്താക്കുക എന്ന് പറയുന്നത് ഞാനിതുവരെ അത് വെളിവിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എറണാകുളത്ത് കൂടിയ കോർ ടീമിൽ തീരുമാനമെടുത്തതാണ് ഇലക്ഷന് ശേഷം കാരണം അവരാണ് ഇവിടെ നിന്ന് ലീഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ വളരെ നിസ്സംഗനായി നിന്നുകൊണ്ട് മാത്രമാണ്, അല്ല മറ്റൊരു ആരോപണങ്ങളും നമ്മൾ പറഞ്ഞിട്ടില്ല. സംസ്ഥാന നേതൃത്വം, സംസ്ഥാന അധ്യക്ഷൻ എന്നെ ചുമതലപ്പെടുത്തിയതിനു ശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആരോപണം എന്താ? UDFന് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരോപണങ്ങൾ ഇപ്പോൾ അത് രണ്ട് കൂട്ടരും ഏറ്റെടുത്തിട്ടുണ്ട്, LDFും UDFും ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഏതാണ്ട് 7,200-ലധികം വോട്ടുകൾ
UDF കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുതിയ റിസൾട്ട് വന്ന സമയത്ത്. അപ്പോൾ ആ വോട്ട് ആർക്കാണ് കൊടുത്തതെന്ന് UDF വ്യക്തമാക്കണ്ടേ? അല്ല BJP അല്ലെങ്കിൽ ഭാരതം. ഇതിപ്പോൾ UDF നിന്നുള്ള വോട്ടാണ് LDF പോയിട്ടുള്ളത്. വളരെ സ്പഷ്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടേതായിട്ടുള്ള വോട്ടുകൾ എല്ലാം തന്നെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മുന്നണിക്കകത്തുനിന്ന് എവിടെ നിന്നാണ് വോട്ട് പോയതെന്ന് പരിശോധിക്കേണ്ടത്, ആത്മപരിശോധന നടത്തേണ്ടത് UDF ആണ്. UDFിനകത്തിപ്പം ആണ് വോട്ട് അപ്പുറം പോയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം. ചെറിയൊരു ശതമാനം വോട്ട് മാത്രമാണ് NDAക്ക് നഷ്ടപ്പെട്ടതെന്നാണ് സ്ഥാനാർത്ഥി N. ഹരി പറഞ്ഞത്. മാത്രമല്ല വോട്ട് കുറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി പരിശോധന നടത്തും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. B. ദിലീപ് കുമാർ, 24, പാലാ. ഇടത് നിരീക്ഷകൻ ശ്രീ ബാസുരേന്ദ്ര ബാബുവാണ് നമ്മളോടൊപ്പമുള്ളത്. ശ്രീ ബാസുരേന്ദ്ര ബാബു, നേരത്തെ താങ്കൾ പറഞ്ഞു മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയിൽ താങ്കൾ വിശ്വസിക്കുന്നില്ല എന്ന്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഒരു നിഷ്പക്ഷതയോടുള്ള താങ്കളുടെ ഒരു പ്രതികരണമാണ് പക്ഷേ ഞാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. എനിക്കറിയേണ്ടത് കേരള കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളും അധികാര തർക്കവും ആഭ്യന്തര സംഘർഷങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ സ്വാധീനിക്കുന്ന, അതിനെ ബാധിക്കുന്ന ഒരു ഘടകമായിട്ടുണ്ടെന്ന് താങ്കളും സമ്മതിക്കുമല്ലോ. അവിടെ ഇനി അങ്ങോട്ട് ഇപ്പോൾ ജോസഫ് വിഭാഗം പറഞ്ഞു ജോസ് കെ മാണിയുടെ പക്വതയില്ലായ്മയും പിന്നെ രണ്ടിലെ ചിഹ്നം സംബന്ധിച്ചുണ്ടായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്ന്. ജോസഫ് വിഭാഗത്തിൻ്റെ ആക്ഷേപം മുഴുവൻ ജോസ് കെ മാണി പക്ഷത്തെക്കുറിച്ചാണ്, അവർക്ക് തിരിച്ചുമാണ്. കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ നിലവിലെ ഈ പരാജയം അവരെ രണ്ട് വഴിക്കാക്കുമോ? കേരള കോൺഗ്രസ് ഒരു പിളർപ്പിനെ നേരിടാൻ പോവുകയാണ് പൂർണ്ണമായും. കേരള കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ഈ ഭിന്നാഭിപ്രായം, അതിൻ്റെ ഭാഗമായി അത് രണ്ട് ഇലകളായി പിരിഞ്ഞത്, ഓരോന്നായി പിരിഞ്ഞത് അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ രണ്ടില ചിഹ്നം ലഭിക്കാതെ പോയത്, ഈ അവസ്ഥയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് കാരണങ്ങളായിട്ടുണ്ട്. പക്ഷെ അത് ഗൗരവതരമായ കാരണമല്ല. ഗൗരവതരമായ കാരണം UDFിൻ്റെ സ്വീകാര്യതക്ഷമയ്ക്ക് കിട്ടിയ തിരിച്ചടിയാണ്. ഇനി ഈ രണ്ട് ഗ്രൂപ്പുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകളായി അത് മാറിയിരിക്കുന്നു. അവയ്ക്ക് അടിയന്തിരമായി ഒന്നാകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാധ്യത കുറവാണ്. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലെഗസി ആയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ പൂർവ്വസൂരി സ്വത്തായിട്ടാണ് ആ പാർട്ടിയെ ആ ചെറുപ്പക്കാരൻ കാണുന്നത്. അച്ഛൻ്റെ പാർട്ടി അത് തൻ്റെ പാർട്ടി ആയിരിക്കണം. കേരള കോൺഗ്രസിൻ്റെ രീതി അതാണ്. ബാലകൃഷ്ണപിള്ള മകൻ, PC ജോർജ് മകൻ, ജേക്കബ് മകൻ, KM മാണി മകൻ, അങ്ങനെയല്ലേ വരുള്ളൂ. ജോസഫിൻ്റെ കാര്യം ഇനി ഭാവിയിലേ അറിയുള്ളൂ. ആ നിലയ്ക്കാണ് അവസ്ഥകൾ നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഒന്നാകാനുള്ള സാധ്യത ഇതപര്യന്തമുള്ള അച്ഛൻ മകൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് ഭാവിയുള്ള പാർട്ടിയല്ല എന്ന്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഈ മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയെക്കുറിച്ച് പറയുമ്പം ഈ തെരഞ്ഞെടുപ്പ് നടന്ന 25 ദിവസം എടുക്ക് എൻ്റെ ഗോപികൃഷ്ണ. ആ 25 ദിവസത്തിൽ എന്തൊരു മോഡി പ്രഭാവമായിരുന്നു നമ്മുടെ ചാനലുകളിലാകെ. ചാനലുകൾ കേരളത്തിൽ 3 ചാനലുകൾ ഒഴിച്ചാൽ മാക്സിമം അഖിലേന്ത്യാ നിലവാരത്തിൽ ചാനലുകളുടെ വിളംബരം തന്നെ മോദിയായിരുന്നു. അത് എവിടെ മുതൽ, നമ്മുടെ G7 മീറ്റിംഗ് മുതൽ അങ്ങ് ഹൗഡി മോഡി വരെ. ആ അർത്ഥത്തിൽ മോഡി പ്രളയ പ്രവാഹത്തിൻ്റെ സമയത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ പാലാ തിരഞ്ഞെടുപ്പ് വല്ല പ്രയോജനവും ഉണ്ടായോ? ഇവിടെ ആളുകൾ കണ്ടിട്ട് ആരും വോട്ട് ചെയ്തില്ല സർ. ശരി, ആ നിലയ്ക്കാണ് താങ്കൾ നേരത്തെ പറഞ്ഞു UDFിന്റെ സ്വീകാര്യക്ഷമതയ്ക്കേറ്റ ഒരു ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയമെന്ന്. താങ്കൾ അതിനെ കാണുന്നതും വിലയിരുത്തുന്നതും ആ നിലയ്ക്കാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ UDFിന്റെ സ്വീകാര്യക്ഷമതയ്ക്കേറ്റ ആഘാതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരള കോൺഗ്രസ് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഒന്ന്. രണ്ടാമത്, ശരിയാണ്, CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം രാഷ്ട്രീയം ചർച്ച ചെയ്തു പാലായിൽ. പക്ഷേ UDF ഉയർത്തിയ ഒരു രാഷ്ട്രീയ വിഷയം എന്താണ്? ഒരു രാഷ്ട്രീയ വിഷയവും യഥാർത്ഥത്തിൽ പാലാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ UDF ഉയർത്തിയിട്ടില്ലല്ലോ സർ. താങ്കൾക്കും അറിയാമല്ലോ. KM മാണിയുടെ സ്മരണ, പിന്നെ ഒന്ന് കാരുണ്യ പദ്ധതി. ഇത് രണ്ടിനും അപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യാവുന്ന ഒരു സ്പേസിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സമയങ്ങളിൽ UDFിന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പ്രധാനപ്പെട്ട പല UDF നേതാക്കളും അത് സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ UDFിൻ്റെ സ്വീകാര്യക്ഷമതയ്ക്കേറ്റ ആഘാതം എന്ന വിലയിരുത്തൽ ഒരു വസ്തുതാപരമായിരിക്കുമോ, വസ്തുനിഷ്ഠമായിരിക്കുമോ? അത് ഞാനിങ്ങനെ പറയാം. നമ്മളെപ്പോഴാണ് ഗോപികൃഷ്ണ ഒരു രാഷ്ട്രീയ പ്രമേയം ഈ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അടുത്ത കാലഘട്ടങ്ങളിൽ
UDF ഉയർത്തിയിട്ടുള്ളത്? UDFന് ഒരു രാഷ്ട്രീയ പ്രമേയം ഉയർത്താൻ പാകത്തിലുള്ള ഒരു എന്താ പറയുക നേതൃവൈഭവമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്ന നേതാവ്, പ്രതിപക്ഷ നേതാവാകുന്ന രമേശ് ചെന്നിത്തല, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ. രണ്ടുപേർക്കും എങ്ങനെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്താൻ കഴിയുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറക്കാറായിട്ടില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രമേയമേ വന്നില്ല. രാഷ്ട്രീയ പ്രമേയം വന്നെങ്കിൽ തോറ്റുപോയവർ. അത് വിശ്വാസത്തിൻ്റെ പ്രമേയമാണ്. വിശ്വാസമാണ് പ്രധാന പ്രശ്നമെന്ന നിലയ്ക്ക് അവർ ഉന്നയിച്ചു. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞതുമാതിരി, PC ജോർജോട് പറഞ്ഞതുമാതിരി, അന്ന് യഥാർത്ഥ പ്രശ്നം വിശ്വാസത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല, ജെൻഡർ ജസ്റ്റിസിൻ്റെ പ്രശ്നമായിരുന്നു. അതിനകത്ത് അവർ കബളിപ്പിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇനി അത് പഴയ കാര്യം. എങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? വിശ്വാസ്യത അന്നും ഇന്നും ജനകീയ വിശ്വാസ്യത കൂടുതൽ ഇടതുപക്ഷത്തിന് തന്നെയാണ്. ഇവിടുത്തെ അവരുടെ സർക്കാരിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻകുംബൻസി ഫാക്ടർ ഇവിടെ ബാധിക്കാതെ വന്നത്. നോക്കൂ, ഒരു ഇൻകുംബൻസി ഫാക്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഗൗരവതരമായി ഇടതുപക്ഷം ജയിക്കുമായിരുന്നില്ല. ഡെസ്പൈറ്റ് ഓൾ ദീസ് തിങ്സ് അവർ UDF ജയിച്ചേനെ. അങ്ങനെയൊന്നും ഇല്ല. ഒരു ഗൗരവതരമായൊരു അഴിമതി ആക്ഷേപമില്ല, ഗൗരവതരമായൊരു ഭരണപാളിച്ചയില്ല. ആ പ്രശ്നമാണ് പ്രധാനം. അതുമാത്രമല്ല, പല രംഗങ്ങളിലും കുറെ മുന്നോട്ടു പോകാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. അതല്ല കാരണം ഇതിപ്പോഴീ പ്രതിപക്ഷം എന്ന നിലയിൽ ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഇത് സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും അതിനെ നേരിടാൻ പാകത്തിൽ ഒരു രാഷ്ട്രീയമായി ഒരു സജ്ജമാകൽ അതിനവർക്ക് സാധിച്ചില്ല എന്നാണ് UDF നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്കൊരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ശ്രദ്ധയും അവരുടെ ഊർജവും മുഴുവൻ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അതിനുവേണ്ടി ചിലവഴിക്കപ്പെട്ടതാണ്. കാരണം ഈ അവസാന വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് വരെ നമ്മളത് കണ്ടതാണല്ലോ. PJ ജോസഫിനെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയ സാഹസങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ UDFന് കഴിഞ്ഞില്ല എന്നതൊരു വാസ്തവമല്ലേ? ആ കാര്യത്തിൽ ഗോപികൃഷ്ണ, നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ, ഈ ജനറേഷൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ അനുഭവങ്ങളിൽ ചിന്തിക്കാം. LDF ആയിരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് കരുതുക. അവർ പറയുമായിരുന്നു, നിങ്ങളുടെ സീറ്റ് ഞങ്ങളിങ്ങ് എടുക്കാൻ പോകാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. UDFന് അന്ന് ഈ പ്രശ്നം പരിഹരിക്കണമായിരുന്നുവെങ്കിൽ, ഞങ്ങൾ സീറ്റ് വെച്ച് മാറാൻ പോകുന്നു, ഒന്ന്, ഇല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നില്ലെങ്കിൽ സീറ്റ് നിങ്ങൾക്കില്ല എന്ന പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നേനെ. അവർക്കെന്താ വഴി, മറ്റു പോകാൻ വഴി? ഇവരെന്താ വിചാരിച്ചത്? അതിനകത്ത് ജയിച്ചു വരുന്ന ഭാഗത്തെ ഒന്നിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആര് ജയിക്കുമെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. കാരണം UDFന് പരാജയഭീതിയേ ഉണ്ടായിരുന്നില്ല. ശബരിമലയ്ക്ക് ശേഷമുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 തട്ടിപ്പാണ് നടന്നത്. ഒന്ന് ശബരിമലയിലെ തട്ടിപ്പ്, 2 രാഹുൽ ഗാന്ധി ഫാക്ടറിന്റെ തട്ടിപ്പ്. ആ 2 തട്ടിപ്പുകളിലൂടെ ജയിച്ചു. ശബരിമല ശ്രീ വാസുരേന്ദ്ര ബാബു, ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ CPIM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റ പ്രഹരത്തിന് ശേഷം എടുത്ത ഒരു തിരുത്തിയ നിലപാടുണ്ടല്ലോ പല കാര്യങ്ങളിലും, ശബരിമല അടക്കം, അത് അവർക്ക് ഇത്തവണ ഗുണം ചെയ്തു എന്ന് താങ്കൾ പറയുമോ? ഒന്നാമത്തെ കാര്യം, ആ കാര്യത്തിൽ ഒരു വിശദാംശമാണ് അവർ നൽകിയത്, തിരുത്തല്ല. അവരെടുത്ത അടിസ്ഥാന നിലപാട് മാറ്റുന്നേയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ പൊതുവായി തന്നെ ഒരു തിരുത്തൽ സ്വഭാവമുള്ള സമീപനം ഉണ്ടായിരുന്നു എടുത്ത തീരുമാനങ്ങളിലൊക്കെ. അല്ല, അവർ പറഞ്ഞത് പാർട്ടിയുടെ ആളുകൾ പാർട്ടിക്കാരുടെയും അല്ലാത്തവരുടെയും വീടുകളിൽ പോയി സംസാരിച്ചത് വിശ്വാസത്തിന് ഞങ്ങൾ എതിരല്ല എന്ന് സ്ഥാപിക്കുകയാണ്. ഏത് വിശ്വാസത്തിന്? ജെൻഡർ ജസ്റ്റിസുമായി അഭിമുഖം വരുന്ന വിശ്വാസത്തിനല്ല. ക്ഷേത്രങ്ങളിലെ പല വിശ്വാസങ്ങളും ഉണ്ട്, പാർട്ടി ഇടപെടുന്ന പോലുമില്ലല്ലോ. ഗോപികൃഷ്ണൻ അറിയാമല്ലോ അത്. എന്തൊക്കെ തരം വിശ്വാസങ്ങളുണ്ട്, ഇടപെടുന്നുണ്ടോ? അവർക്കൊരു താല്പര്യവുമില്ല. ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ വഴിക്ക് പോവും, രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോവും. പക്ഷേ ജെൻഡർ ജസ്റ്റിസ് ഒരു പൊളിറ്റിക്കൽ തീമാണ്. അത് ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്ക്. അത് ഗോപികൃഷ്ണൻ മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് അത്ഭുതമുണ്ട്. അങ്ങനെ തിരുത്തണം. പാർട്ടിയെ സംബന്ധിച്ച് അത് മാറ്റിയതായി പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളത് മാറ്റുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോഴും
വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കാര്യത്തിലോ ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലോ നിങ്ങൾ നിലനിർത്തുന്ന വിശ്വാസങ്ങളിൽ ഞങ്ങൾക്കെതിരില്ല എന്നാണ് പറഞ്ഞത്. ശരി, ഈ പക്ഷേ പാലാ ജെൻഡർ ജസ്റ്റിസ് ശരി, മനസ്സിലായി. ഈ പാലാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകളിൽ ശ്രീ വാസുരേന്ദ്ര ബാബു, ഈ വോട്ട് കച്ചവടം സംബന്ധിച്ച വാദപ്രതിവാദങ്ങളിൽ CPM ഒരു പക്ഷം പിടിക്കേണ്ടി വരുമോ? പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം, ഈ ആരോപണം CPM നേരെ പോലും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ, കാരണം NDAയുടെ വോട്ട് വാങ്ങി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടി വരുമോ CPM ഇടതുപക്ഷത്തിന്? അല്ല, അതിനകത്ത് ആ പ്രശ്നം പറയാതിരിക്കാൻ കഴിയില്ല CPM ഒരു പാർട്ടിക്കും. കാരണം BJP വോട്ട് കച്ചവടം നടത്തുന്ന പാർട്ടിയാണോ അല്ലയോ എന്നൊരു തർക്കം മലയാളികൾക്കില്ല. അതങ്ങനെ തന്നെയാണ് ആ പാർട്ടി എന്നുള്ള കാര്യത്തിൽ നിതാന്തമായ തെളിവുകൾ അവർക്കുണ്ട്. അപ്പോൾ അത് പോട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം PC ജോർജോട് ചോദിച്ചു നോക്കൂ. പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആളാണല്ലോ, അദ്ദേഹം പറയും വോട്ട് കച്ചവടം നടന്നു എന്ന് തന്നെ പറയും. അതേമാതിരി തന്നെ അവരുടെ തന്നെ മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റാണല്ലോ ബിനു, അദ്ദേഹം എന്താ പറഞ്ഞത്? വോട്ട് കച്ചവടം നടന്നു എന്നാണ് പറയുന്നത്. തെളിവ് പോകാൻ പോവല്ലേ? ആ അർത്ഥത്തിൽ വോട്ട് കച്ചവടം BJP നടത്തി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ ഞെട്ടലുണ്ടാകില്ല. ഒരു കാര്യം കൂടി ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഞാൻ പറയുകയുണ്ടായി. മുകളിലിരിക്കുന്ന ദേശീയ നേതൃത്വം വിശ്വാസ കച്ചവടം നടത്താൻ കഴിയുമെങ്കിൽ, ട്രേഡേഴ്സ് പാർട്ടിയാണെങ്കിൽ ഒന്നിൽ വിശ്വാസം, കേരളത്തിൽ വരുമ്പം വോട്ട്. കാര്യം കേരളത്തിൽ വിശ്വാസം കച്ചവടം നടത്താനാകില്ല, ആളുകളിൽ അത് ഏക്കില്ല. അതുകൊണ്ട് വോട്ട് കച്ചവടം നടത്തി. ഇറ്റ്സ് എ ട്രേഡേഴ്സ് പാർട്ടി. ആ അർത്ഥത്തിൽ നമുക്കതിനെ സാധൂകരിക്കാവുന്നത് കൂടിയാണ്. അതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടും BJPയുമായി ബന്ധിപ്പിച്ച്. ശ്രീ വാസുരേന്ദ്ര ബാബു, ഇനി എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ കേരള കോൺഗ്രസ് ഇനി ഏത് നിലയ്ക്കാണ് പോവുക എന്നറിയില്ല. അവിടെ ചിലപ്പോൾ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇടതുപക്ഷം ഇപ്പോൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് പാലായിലെ ഈ അട്ടിമറി ജയം 4 ഇടങ്ങളിൽ UDFന് മുൻകൈയുള്ള, അതല്ലെങ്കിൽ UDF സീറ്റുകളായിട്ടുള്ള 4 മണ്ഡലങ്ങളടക്കം 5 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാൻ പോകുന്നു എന്നാണ്. താങ്കളുടെ നിരീക്ഷണത്തിൽ അത്തരം ഒരു സാധ്യതയുണ്ടോ? അതായത് സംസ്ഥാന സർക്കാരിൻ്റെ മേലുള്ള ഒരു വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി അനുകൂലമാക്കിയതെങ്കിൽ ഇനി വരുന്ന ഈ 5 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതേ തരത്തിലുള്ള ഒരു ജനവിധി ഈ സർക്കാരിന് അനുകൂലമായി ഒന്നുണ്ടാകുമെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അക്കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു ടോട്ടൽ സ്വേ ഉണ്ടല്ലോ, റൈറ്റ് വിങ്ങിന് അനുകൂലമായ ആ സ്വേ ഇല്ല എന്ന് തെളിയിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ്. എന്തുണ്ട് എന്നല്ല, എന്തില്ല എന്ന് തെളിയിക്കുന്നു. അതൊരു കാര്യം. അത് വളരെ പെട്ടെന്ന് മാധ്യമരംഗത്ത് നിൽക്കുന്ന നമുക്ക് 2 പേർക്കും അനുഭവിക്കാൻ പറ്റും. പിന്നെ ഗോപികൃഷ്ണ, കാരണം വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ കാൻഡിഡേച്ചർ തീരുമാനിക്കുമല്ലോ. എന്തിൻ്റെ? കോൺഗ്രസിൻ്റെയും BJPയുടെയും. ഈ LDFൻ്റെ തീരുമാനിച്ചു കഴിഞ്ഞു, അവരത് മാറ്റാൻ പോകുന്നില്ല. ഇനി വരുന്ന തീരുമാനങ്ങളിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വരും. യു ടേക്ക് ഇറ്റ് ഫ്രം മീ, വരും. കാരണം വിജയങ്ങളിലുള്ള വിശ്വാസങ്ങൾ ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും വി ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻ ദ സ്റ്റോക്ക്. പക്ഷേ നമുക്ക് നോക്കാം. ശ്രീ വാസുരേന്ദ്ര ബാബു, ഏതായാലും താങ്കളുടെ വിലപ്പെട്ട നിരീക്ഷണങ്ങൾക്ക് നന്ദി. വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടിയ ചരിത്ര വിജയത്തിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്താണെന്ന് വിലയിരുത്തുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതിൻ്റെ അനുകൂലമായ ഒരു സമീപനം വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിയുമെന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾക്ക് എത്രമാത്രം യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടാകും? എങ്ങനെയാണ് ഈ വൻ പരാജയത്തെ UDF മറികടക്കാൻ പോകുന്നത്? എന്തൊക്കെ മുൻകരുതലുകളായിരിക്കും മുന്നണി സംവിധാനത്തെ നിലനിർത്താൻ NDA കൈക്കൊള്ളുക തുടങ്ങിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാനുള്ളത്.